ഇപ്പോൾ ഒരാൾ IVF ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, അപ്പോൾ അയാൾ എന്തെല്ലാം ലൈഫ് സ്റ്റൈൽസ് ചേഞ്ചസ് വരുത്തേണ്ടി വരും? IVFന് വരുമ്പോൾ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് തിങ് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഫാസ്റ്റ് ഫുഡ് അവോയ്ഡ് ചെയ്യാം, മൈദ, ബേക്കറി സാധനങ്ങൾ, റെഡ് മീറ്റ് അതായത് മട്ടൺ, ബീഫ് ഇത് അവോയ്ഡ് ചെയ്യാം. പിന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, തംസ്, പെപ്സി, കൊക്കക്കോള, പ്രോസസ്ഡ് ഫുഡ്സ്, സോസേജസ്, ബീക്കൺ അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാം. പ്രോട്ടീൻ അധികമുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം, അതായത് മുട്ട കഴിക്കാം, പാൽ കുടിക്കാം, ചിക്കൻ യൂസ് ചെയ്യാം, ഫിഷ് കഴിക്കാം. പിന്നെ നട്ട്സ് എല്ലാം തന്നെ നല്ലതാണ്. omega-3 ഫാറ്റി ആസിഡ്, സീഡ്സ്, ചിയ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് അതെല്ലാം നല്ലതാണ്. പിന്നെ ഉള്ളത് എക്സസൈസ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് ആണ്. ഡെയിലി ഒരു 45 മിനിറ്റ്സ് മുതൽ 1 hour വരെ ഏതെങ്കിലും ഒരു തരം എക്സസൈസ്, വാക്കിംഗ് ആവാം, ജോഗിങ് ആവാം, ഡാൻസ് ആവാം, സുംബയാകാം, ഷട്ടിലാകാം, ഫുട്ബോളാവാം, പിന്നെ ട്രെഡ്മില്ലാവാം, ഏത് വേണമെങ്കിലും, സ്വിമ്മിങ് ആവാം. അത് ഹസ്ബൻഡും വൈഫിനും ബാധകമാണ് ഈ എക്സസൈസ്, രണ്ടാളും ചെയ്യണം എന്നുള്ളത്. പിന്നെ ഉള്ളത് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രി തന്നെ അത് ഉറങ്ങണം. എത്ര മണിക്കൂർ ഉറങ്ങണം? അങ്ങനെ ഒരു 6 to 8 hours ഉറങ്ങണം. അത് രാത്രിയാണ് മെയിനായിട്ട് ഉറങ്ങുന്നത്. ഇപ്പോൾ രാത്രി ഫുള്ള് നമ്മൾ മൊബൈൽ നോക്കി രാത്രി 3 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഉറങ്ങും. അതിലർത്ഥമില്ല. രാത്രി തന്നെ ഉറങ്ങിയാലേ മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോമോൺ വരുള്ളൂ. ആ ഹോമോൺ വന്നാലേ നമുക്ക് നല്ല ഗാമറ്റ്സ് വരുള്ളൂ, നല്ല എഗ് സ്പേം വരുള്ളൂ. അപ്പോൾ ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. സ്ട്രെസ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് സമയം ഒരു മെഡിറ്റേഷനോ, സ്ട്രെസ്സ് കുറയ്ക്കാൻ നിങ്ങൾക്ക് പറ്റിയ, ഇപ്പോൾ മ്യൂസിക് ആയാലും സ്ട്രെസ്സ് കുറയ്ക്കാം, മെഡിറ്റേഷൻ ആയാലും അത് നിങ്ങൾ പ്രാർത്ഥിക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് കാമാവും. കാരണം ഇത് IVF കുറച്ചൊരു സ്ട്രെസ്സുള്ളൊരു പ്രൊസീജിയറാണല്ലോ. അപ്പോൾ അത് നമുക്കൊരു കാംനെസ് വരാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കാപ്പി ചായൻ്റെ ഉപയോഗം കുറയ്ക്കുക. അത് മാക്സിമം 1-2 മതി. അതിൽ ഷുഗർ മോശമാണ്. ഷുഗർ ആവശ്യമില്ല. ഷുഗർ ഉപയോഗിക്കാതിരിക്കണം നല്ലത്. പിന്നെയുള്ളത് കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കാതിരിക്കുക, ഗ്ലാസ് ബോട്ടിൽ നിന്ന് തന്നെ കുടിക്കുക. പിന്നെ നെയിൽ പോളിഷ്, കോസ്മെറ്റിക്സ്, ഹെയർ കളർ അതെല്ലാം കുറച്ച് അവോയ്ഡ് ആക്കുക. നോൺ സ്റ്റിക്ക് കുക്ക് വെയർ ഇതെല്ലാം അവോയ്ഡ് ആക്കിയാലും കൂടെ നല്ലതാണ്. പിന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. വെയിറ്റ് കുറയ്ക്കുക. ഒരു ഒബീസ് പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആവണേക്കാട്ടും എപ്പോഴും നല്ലത് ഒരു വെയിറ്റ് കുറച്ചിട്ട് വെയിറ്റ് BMI എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ ഐഡിയൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ 24 ആണ് ഏഷ്യൻ പോപ്പുലേഷനിൽ. പക്ഷേ അത്ര എത്തിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 29 താഴെയെങ്കിലും ആയിരിക്കണം. 29 BMI വരണമെങ്കിൽ നമ്മുടെ വെയിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 70 താഴെയെങ്കിലും നിൽക്കണം, ഡിപ്പെൻഡിങ് ഓൺ യുവർ ഹൈറ്റ്. BMI എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബൈ ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് 24 ആണ് വരേണ്ടത്. പക്ഷേ 29 ആവാതെ നമ്മൾ യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യലില്ല. അപ്പോൾ വെയിറ്റ് ഓവർ വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ് കുറച്ചിട്ട് വേണം നമ്മൾ IVF സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. If you can dream it, you can do it. Dream Flower IVF Center, the exclusive IVF center, Kasaragod, Kerala, India.